കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കാലിന് നല്ല ശക്തി ഉണ്ടാകുന്ന, കാലിന് വേദനയെല്ലാം പോകുന്ന ഒരു എക്സസൈസ് ചെയ്യാം. ആദ്യം തന്നെ വാം ചെയ്യണം. കുറച്ച് നേരം നമ്മൾ വാം ചെയ്യും. ഞാൻ 1-2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. ഇത് എല്ലാം ഒരു 5 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മളെ വീഡിയോ കൂടുതലായിപ്പോണായിരുന്നു, നീളത്തിലായിപ്പോണായിരുന്നു, കുറച്ച് ശരിയുന്നു. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങോട്ട് ചെയ്യുക, വീണ്ടും ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. പിന്നെ സാവധാനത്തിൽ കഴുത്ത് നല്ല റൊട്ടേഷൻ ചെയ്യും. 1, 2, പിന്നെ നേരെ വിപരീത ദിശ. 1, 2. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുക. സാവധാനത്തിൽ ഇങ്ങനെ തുറക്കുക, അടക്കുക. നല്ല കയ്യിൻ്റെ വിധത്തിൽ നമ്മൾ ഒരു പ്രായമായവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ സ്പീഡിൽ നമുക്ക് ഇങ്ങനെ വേഗം ചെയ്യുകയും ചെയ്യാം. പ്രായമായവർക്ക് മെല്ലെ 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 ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കയ്യിൻ്റെ വേദന അധികമായിട്ട് പിന്നെ സാവധാനം കുറേശ്ശെ എണ്ണം കൂട്ടി കൂട്ടി ചെയ്യുക. പിന്നെ ഈ കൈ ഇങ്ങനെ മെല്ലെ നീർക്കുക, മടക്കുക, നീർക്കുക, മടക്കുക. ശ്വാസം എടുത്തുകൊണ്ടിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അത് ഒരു 3-5 പ്രാവശ്യം ചെയ്യും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ ചുവയ്ക്ക് ഇങ്ങനെ ചെവിൻ്റെ അടുത്തേക്ക് കൊടുത്താൽ കഴിയുന്നത് മെല്ലെ സാവധാനം ഇങ്ങനെ ചെയ്യുക. പിന്നെ നേരെ വിപരീത ദിശ. അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യാം. കൈ പൊന്തിക്കുക, താക്കുക, സാവധാനം പൊന്തിക്കുക, താക്കുക, പൊന്തിക്കുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ 2 കൈയും പൊന്തിക്കുക, മെല്ലെ താക്കുക, മെല്ലെ താക്കുക. മുഖത്തൊരു ചിരി വരുമ്പോഴാക്കിയ നല്ലത്. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി വരും. അതാണ് കയ്യിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് അര മെല്ലെ ഇങ്ങനെയാക്കുക, ഇങ്ങനെയാക്കുക, ഇങ്ങനെ ബാക്കോട്ടും മുമ്പിലോട്ടും 2-3 പ്രാവശ്യം. പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനത്തിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വട്ടത്തിൽ ഇങ്ങനെ ബാക്കോട്ട് വന്ന് മുമ്പിലോട്ട് പോയി ഇങ്ങനെ ചെയ്യുക. പിന്നെ അതേപോലെ ഇങ്ങനെ ആവശ്യം. അത് കഴിഞ്ഞ് നമ്മൾ മുട്ടെല്ലാം ലൂസാക്കുക. ഇങ്ങനെ മുമ്പിലോട്ട് വരിക, ബാക്കോട്ട് വരിക, മുമ്പിലോട്ട് വരിക. അത് എല്ലാം ഇങ്ങനെ ചെയ്യുക. നമ്മളെല്ലാം ലൂസാകും. പിന്നെ ഒന്ന് വട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വട്ടത്തിൽ. പിന്നെ മെല്ലെ ഇങ്ങനെ നിൽക്കുക. കാല് മെല്ലെ ഇതാക്കി വെച്ച് നിന്നിട്ട് മെല്ലനെ എല്ലാവർക്കും കൈ ഇങ്ങനെ ആടിപ്പോകുന്നുണ്ടാവും. പക്ഷേ അത് നേരെ പിടിച്ചിട്ട് മെല്ലെ 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 ഇങ്ങനെ ആക്കുക. തീരെ കഴിയാത്തവർ ഒരു കസേര എന്തെങ്കിലും എടുത്തിട്ട് പിടിച്ചിട്ട് ചെയ്താൽ മതി. കയ്യിൽ നിന്ന് വരാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാല് ഇങ്ങനെ 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അങ്ങനെ കാല്. അതിന് ശേഷം കാലിങ്ങനെ മുന്നിക്കുക, കൈ മുറിച്ചിട്ട്
ഇങ്ങനെ വെച്ചിട്ട് കാല് മുമ്പിലോട്ട് വെച്ചിട്ട് വേക്കോട്ട് ഈ കാലിങ്ങനെ നമ്മളൊരു ശക്തി മെല്ലെ മെല്ലെ ഇങ്ങനെ ഇത് നേരെ 90 ഡിഗ്രി ഇങ്ങനെ നിന്നാൽ മതി. ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കയ്യോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉറച്ചിട്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ കാല് കൈനത്ര ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പിടിച്ചാൽ മതി. അതൊരു 5 പ്രാവശ്യം. ഞാൻ 2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് ചെരിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ 90 ഡിഗ്രി ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ 90 ഡിഗ്രി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ വെക്കുക. അപ്പോൾ കഴുത്തിങ്ങനെ ഒരു സൈഡിലോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ നോക്കുക. ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് മറ്റേ കാലം ഇതിങ്ങനെ വെച്ച് ഇത് 90 ഡിഗ്രി വെച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് അത് ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ പിടിച്ച് വെക്കുക. അത് ഒരു 3-5 പ്രാവശ്യം ചെയ്യണം. പിന്നെ ഇതിങ്ങനെ വിരിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ വിരിക്കുക. പിന്നെ ഇങ്ങനെ വിരിക്കുക, ഇങ്ങനെ കുത്തിയിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ട് ബാക്കോട്ടേക്ക് വിരിക്കുക. ഇവിടെ നല്ല നേരെ ഇരിക്കണം. ഇത് ഇങ്ങനെ ചെയ്യാം. അത് എല്ലാവരും 10 പ്രാവശ്യം ചെയ്യണം. പിന്നെ നമുക്ക് കഴിയുമെങ്കിൽ കയ്യിൻ്റെ വിത്തിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കൈ കൊണ്ടിരിക്കുക. എന്നിട്ട് മെല്ലെ നടുനേരിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അപ്പാട് ശ്വാസം എടുത്ത് ഇങ്ങോട്ട് വരിക. പിന്നെ ശ്വാസം എടുക്കുക, ഇല്ല വിട്ടുകൊണ്ട് ഇങ്ങനെ. ശ്വാസത്തിൻ്റെ നമ്മൾക്ക് നോക്കണ്ട, നമ്മൾ എക്സസൈസ് മാത്രം നോക്കിയാൽ അത് തന്നെ ശ്വാസത്തിൻ്റെ ലെവലായി വരും. ആദ്യം ഇതും അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, എണീക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കുറേ പ്രാവശ്യം ചെയ്തിട്ടാൽ പിന്നെ മെല്ലെ ഇരുന്ന് നോക്കുക. ഇങ്ങനെ കാലിലായിട്ട് ഇങ്ങനെ നമ്മൾ കാലിന് നല്ല പവറായി വരും. കൈ കുത്താണ്ട് ഇങ്ങനെ എണീക്കുക. നമുക്ക് മെല്ലെ ഇങ്ങനെ മെല്ലെ സാവധാനം ഇങ്ങനെ ഇരുന്നാൽ മതി. നല്ല ഇവിടെ വന്ന് ഈ കാലിൻ്റെ 2 മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് നല്ല സാവധാനം ഇങ്ങനെ എണീറ്റ് കൈ ഇങ്ങനെ ഇതാക്കുക. പിന്നെ കാല് 2 ഇങ്ങനെ 2 വശത്തോട്ട് കുറച്ച് അകത്തി വെക്കുക. ഒരു കൈ ഇങ്ങനെ ആക്കി എന്നിട്ട് ഈ കാല് ഇങ്ങനെ വളയും. ഇതിങ്ങനെ മെല്ലെ 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 ഇതേപോലെ ഇങ്ങനെ നോക്കാൻ കഴിയുമെങ്കിൽ നോക്കുക. അല്ലാത്തവർ കൈ നമ്മൾ നോക്കണം. നോക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ നോക്കുക. ശ്വാസം എടുത്ത് ഇങ്ങനെ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ